അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിച്ചു ബാധിതയാണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം, ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം, മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത്, ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന്. നീ ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല, നീ ഇനി ഒന്നും മിണ്ടണ്ട, നീ ഒന്നും പറയണ്ട. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്തൊക്കെ തള്ളലാ കടന്ന് തള്ളുന്നത്. ഈ സാധനം തന്നെ അല്ലായിരുന്നോ വന്ന് പറഞ്ഞത്? ഈ കിച്ചു ഒരു വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ അങ്ങ് തീരാൻ പോവുകയാണ്, അത് മാത്രമല്ല പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു കൊടുത്തതൊക്കെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കിച്ചുവിന് പൈസ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അപ്പൊ ഇത് എന്താ പറയാ, ഒരു യഥാർത്ഥ അമ്മ അല്ലെങ്കിൽ ഒരു മകനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ഇവരിത് ചെയ്യുമോ? ചെയ്യത്തില്ല. ഇവര് കിച്ചുവിനെ നേരിട്ട് ഫോൺ വിളിച്ചിട്ട് കിച്ചുവുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ആക്കാനായിട്ട് നോക്കും. അതല്ലയോ ചെയ്യുന്നേ? അല്ല എങ്കിൽ ഇവര് എന്താ പറയുന്നത്, ഇപ്പൊ ഷഫീനെയാണ് ഇവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഷഫീനെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇത്രയൊക്കെ പൈസ അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയണമായിരുന്നു. അതല്ലാതെ ഞാൻ ഈ പറയുന്ന കിച്ചുവിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അവരുടെ ചില എന്താ പറയാ, അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന അന്ധമായിട്ട് അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് അയച്ചു കൊടുത്തിട്ട് എടുത്ത് ഇങ്ങനെ 200, 300, 500 ഒക്കെ അയച്ചു കൊടുത്തത് കാര്യങ്ങൾ നമ്മളെ കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? അപ്പൊ അവിടെ അവർ ചെയ്തത് എന്താണ്? സ്വന്തം മകന് കാശ് കൊടുത്ത കാര്യം അവർ നാട്ടുകാരെ അറിയിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കുറെ ന്യായീകരണം എഴുതലുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പോകാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും ചെയ്തോ. പുള്ളിക്കാരി പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടേ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം, ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇവിടെ നീ പറയുന്നു നീയായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല എന്ന്. നീയായിട്ടാണ് ഇത് മൊത്തം തുടങ്ങി വെച്ചിരിക്കുന്നത്. നീ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു വിഷയം. ഇവിടെ കിച്ചു വന്നിട്ട് അവന് നേരിട്ട അനുഭവം അവന്റെ ലൈഫ് സ്റ്റോറിയിലൂടെ പറഞ്ഞപ്പോൾ അതിൽ കയറി എന്തൊക്കെയോ കാട്ടി. അതിൻ്റെ ഇടയിൽ നിങ്ങൾ അയച്ചു കൊടുത്ത കാശ് എടുത്ത് കാണിക്കുന്നു. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കിച്ചു അതിനകത്ത് പറഞ്ഞിരുന്നു ഞാൻ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചിരുന്നു. അത് ഉപയോഗിച്ചത് രേണുവിന്റെ വീട്ടിൽ, അതായത് രേണു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ കൊല്ലത്തു നിന്ന് കോട്ടയത്തെ വീട്ടിൽ വന്നപ്പോൾ തൊട്ടാണ് എന്നുള്ള കാര്യം അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കിച്ചുവിനെ ഇപ്പോഴൊരു എന്താണ്, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാക്കി മാറ്റുകയാണ്. അവനെ ഒരു കൊള്ളരുതാത്തവനാക്കി മാറ്റുകയാണ്. കുറെ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അവരൊക്കെ കുറെ വീഡിയോ ഇടുന്നുണ്ട്. ഈ കിച്ചുവിനെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോ രേണുവിനെ നല്ലവളാക്കണം, അതാണ് ഒരു ലക്ഷ്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഓക്കെ, പുള്ളിക്കാരി പറയട്ടെ. ഒരു കാര്യം, സ്ക്രീൻഷോട്ടിന്റെ കാര്യം, മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത്, ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിന്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതുപോലെ അതൊന്നുമല്ല, ഇപ്പൊ കൈവിട്ടു പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകന് 500 രൂപ, 300 രൂപ, 200 രൂപയൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് നീ വലിയ സ്ക്രീൻഷോട്ട് കൊണ്ട് വരുന്നോടി എന്നുള്ള ചോദ്യം ആൾക്കാർ ചോദിച്ചപ്പോൾ ഇപ്പൊ പുള്ളിക്കാരി പ്ലേറ്റ് അങ്ങ് മാറ്റുക. അല്ല 2000, 3000 ഒക്കെയാണ് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരി വന്ന് ഇത് പറയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഈ കിച്ചുവിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാമായിരുന്നു. പറ്റും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ഷഫീന എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് വിളിച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് അവർ തമ്മിൽ സംസാരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ആ സ്ക്രീൻഷോട്ടുകൾ സ്വയം പുറത്തുവിടാതെ എന്താ പറയാ, നിലപാടുകളുടെ രാജകുമാരി ആയിട്ടുള്ള ആരാണ് ശശിനെ കൊണ്ട് പുറത്തുവിടിയിക്കുകയും ശ്രീധുവിനെ കൊണ്ട് പുറത്തുവിടിയിക്കുകയും ചെയ്തതിന്റെ ആ ഒരു ചേതോ വികാരം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇനിയുമാണ് പറയുന്നത് തങ്കച്ചനെ കുറിച്ച്. തങ്കച്ചൻ അന്ന് ട്യൂബ് ഇട്ടോണ്ട് കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ പറഞ്ഞു തരാം. എന്തായാലും ട്യൂബ് ഇട്ടോണ്ട് കിടന്ന തങ്കച്ചനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം സുധിച്ചേട്ടൻ്റെ ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല.
അപ്പൊ ഇവിടെ രേണു പറയുന്നത് പപ്പ കാണാൻ പോലും വന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ പപ്പ അവിടെ കാണാൻ വന്നു എന്നുള്ള കാര്യം പുറത്ത് ആൾക്കാർ പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, ചില വീഡിയോകളിൽ ഈ പപ്പയുടെ മുഖം കണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ അത് എന്തായാലും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. എന്തായാലും പപ്പ കാണാൻ വന്നില്ല എന്ന് വന്ന് തള്ളുന്നുണ്ടല്ലോ, അതെന്തായാലും നമുക്ക് കള്ളമൊന്ന് തെളിയിക്കണമല്ലോ. ഓക്കെ. പിന്നെ ഈ പുള്ളിക്കാരി ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ സ്ക്രീൻഷോട്ടുകൾ, കുറെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ എന്താ പറയുക, ഒരു കുറെ സ്ത്രീകൾ വീഡിയോ ഇട്ടിരിക്കുന്നത് അതെല്ലാം ഇവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വന്ന സ്ക്രീൻഷോട്ട് ഒരെണ്ണം ഇതാണ്. രേണുവിന്റെ മകൻ കിച്ചുവിനെ കൊണ്ട് ആരോ റീച്ചിന് വേണ്ടി എന്തൊക്കെയോ പറയിപ്പിച്ചു. അത് എല്ലാവരും ഏറ്റെടുത്ത് പൈസ ഉണ്ടാക്കുന്നു. അവർ ചാവു എന്ന് പറഞ്ഞപ്പോൾ ചാകാൻ പറയുന്നു. രേണുവിനേക്കാൾ മോശമായി എത്ര ആൾക്കാർ നടക്കുന്നു, പക്ഷെ രേണുവിനെ മാത്രം എല്ലാവരും കണ്ടന്റ് ആക്കുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് നിങ്ങളൊന്ന് കാണണം. എന്റെ പൊന്നോ, ഇപ്പൊ പുതിയൊരു പരാതി. രേണു സുധിയാണ് സുധിയുടെ മകന്റെ കിച്ചുവിന്റെ ബാല്യകാല ട്രോമയ്ക്ക് കാരണം എന്നാണ്. മോൻ ഇത്തിരി സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ട്രോമ അനുഭവിച്ചു, എന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നടന്നു, അപ്പൊ അച്ഛനെ സേഫാക്കി വെക്കുകയും കൂടുതലും മുൾമുനകള് രേണുവിന്റെ തലയിലെ പതുക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊള്ളിക്കുകയും ചെയ്തു ചെക്കൻ. ശരിക്കും പറഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്നത് അവന്റെ അച്ഛന്റെ മൂന്നാമത്തെ വൈഫാണ്. അവന്റെ മുമ്പില് ഈ നാടകം കളിക്കുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പില് 3 സ്ത്രീകളും. ഹലോ മേഡം, അവിടോട്ട് നിന്നേ. മേഡം അങ്ങ് പറഞ്ഞു പോവുകയാണ്. വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. മേഡം അത് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ മേഡം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്നും അറിയാതെ രേണു എടുത്ത് വലിയ നല്ലവളെ പോലെ എടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. ഇവിടെ മേഡം പറഞ്ഞൊരു കാര്യം, കിച്ചു നല്ലവനാകാൻ വേണ്ടി രേണുവിനെ താഴ്ത്തി കിട്ടുന്നു എന്നുള്ളതാണ്. രേണു പറഞ്ഞിരുന്നത് ഞാൻ മാത്രമാണ് കൊല്ലം സുധിയുടെ ഒരേ ഒരു നിയമപരമായിട്ടുള്ള ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രേണു കളിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും. രേണു മാത്രമേ ഉള്ളൂ ഭാര്യ എന്ന രീതിയിലാണ്. കിച്ചു പക്ഷേ അവന്റെ ആദ്യത്തെ അമ്മയെക്കുറിച്ച്, രണ്ടാമത്തെ അമ്മയെക്കുറിച്ച്, മൂന്നാമത്തെ അമ്മയെക്കുറിച്ചും പറഞ്ഞു. മൂന്നാമത്തെ അമ്മയുടെ അടുത്ത് വന്നപ്പോഴാണ് അവൻ ഈ ഒരു എന്താ പറയുക, മയക്കുമരുന്ന് എന്ന് പറയുന്ന അതിലേക്ക് കടന്നുപോയതും ഒരു റൂമിൽ മാത്രം അവനെ അടച്ച് ഇടുന്ന രീതിയിലേക്ക് അവൻ മാറിപ്പോകാനുള്ള കാരണവും മൂന്നാമത്തെ അമ്മയുടെ അടുത്ത് വന്നപ്പോഴാണ്. മൂന്നാമത്തെ അമ്മ വലിയ സ്നേഹം കൊടുത്തിട്ടൊക്കെയാണ് സുധി എന്ന് പറയുന്ന കലാകാരനെ കല്യാണം കഴിക്കാനായിട്ട് അങ്ങ് ചെന്നത്. അതായത് എന്താ പറയാ, കിച്ചുവിനെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് മോനെ, മക്കളെ, പൊന്നാരെ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായി, അവനെ ഒരു മൂലയ്ക്കകത്തോട്ട് കൂട്ടി അങ്ങോട്ട് പൂട്ടിയിട്ടിട്ട് അവന് ഭക്ഷണം പോലും സുധി വന്നപ്പോൾ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റി. ഓക്കെ, ബാക്കി ചേച്ചി പറഞ്ഞു. 3 സ്ത്രീകളുമായിട്ട് കലഹിച്ച് നിരന്തരം ദാമ്പത്യ ബന്ധങ്ങൾ തകർത്ത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോയി അവന്റെ അച്ഛനും പെറ്റ അമ്മ, അതായത് തീരെ സഹിയായിട്ട് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പെറ്റമ്മയും കൊടുത്തത്ര ട്രോമയൊന്നും ഈ ലോകത്ത് രേണു സുധി അവന് കൊടുത്തിട്ടില്ല. ഇവിടെ രേണു ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയ്ക്കകത്ത് കൊല്ലം സുധിയെ കുറിച്ചാണ് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവർക്കുള്ളത്. ഇവൾ നിലനിൽപ്പിന് വേണ്ടി കൊല്ലം സുധിയെ പോലും മോശക്കാരനാക്കുന്ന രീതിയിലേക്കല്ലേ ഇവൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് കൊല്ലം സുധി മോശക്കാരനായിരുന്നു എന്ന രീതിയിലാണ്. അതാണ് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഇതാരെയും വെളുപ്പിക്കാൻ പറയണമെന്നല്ല, നമുക്ക് ചിന്തിച്ചറിഞ്ഞൂടെ. രേണു സുധി ഈ സുധിയുടെ ജീവിതത്തിലേക്ക് ഈ 3 സ്ത്രീകളും വരുന്നത് ഇയാളുടെ ലൈം ലൈറ്റിലുള്ള മിമിക്രി പ്രകടനം കണ്ട് ആരാധന മൂത്തിട്ടാണ്. അതെ, കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന രേണു വന്നത് കാശ് മോഹിച്ചിട്ടാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. അതുമല്ല, ഈ രേണു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കിച്ചു എന്ന് പറയുന്ന ഒരു മകനോട് അത്രമാത്രം സ്നേഹത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന സുധിക്ക് മകനെന്ന് വെച്ചാൽ വലിയ ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ മകന്റെ ഇഷ്ടമാണ് ഈ സുധി കല്യാണം കഴിക്കണോ വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രേണു ഈ പറയുന്ന കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ മയക്കിയെടുത്തു. ഒടുവിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം കൊല്ലത്ത് പോയി. കൊല്ലത്തു നിന്ന് കോട്ടയത്ത് വരുന്നു. കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന കിച്ചു പറഞ്ഞിട്ടാണ് റിതപ്പനെ പോലും ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് തിരിഞ്ഞു. ഈ പറയുന്ന കിച്ചുവിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഈ പറയുന്ന രേണു ഇനി പറയാൻ പോകുന്നത് കിച്ചു ഇങ്ങനത്തവനാണ്, കിച്ചു മയക്കുമരുന്നിന് അടിമയാണ്, എന്നെ അടിച്ചിട്ടുണ്ട്, എന്നെ ഭിത്തിയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്, ഇതൊക്കെ അവൾ പുറത്തു പറയും. ഇതൊക്കെയാണ് അവൾ പറയാനിരിക്കുന്ന കാര്യങ്ങൾ. ഇത് പറയും, തങ്കച്ചനായാലും പറയും. ഓക്കെ, അതൊക്കെ ഇനിയും പുറത്ത് പറയും. അത് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഏതാണ്ട് അങ്ങ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. ഇതാണ് സംഭവം. അവന് അന്ന് ഏതാണ്ട് കാര്യത്തിന് ചെന്നപ്പോൾ അവൻ പിടിച്ചൊരു കാച്ചം കാച്ചി, അത്രേ ഉള്ളു സംഭവം. അതാണ് അതിൻ്റെ അകത്ത് ഒരു സംഭവമുള്ളത്. എന്നാൽ നിങ്ങൾ ഇതോടൊന്ന് കണ്ട് ഈ രേണു ഷെയർ ചെയ്ത വീഡിയോയിൽ ആ സ്ത്രീ പറയുന്ന കാര്യം
അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടേ. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ രേണു ഈ വീഡിയോ ഷെയർ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്. ആ സ്ട്രഗിളിന്റെ ഇടയില് ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മോനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് പൊന്നേ മുത്തേ എന്ന് എന്താ പറയാ ഓമനിച്ചില്ല എന്നാണ് പരാതി. ഇനി ഈ സുധിയുടെ മരണശേഷം രേണു സുധി പ്രശസ്തിയായപ്പോ ഈ രണ്ടാനമ്മയുടെ പ്രശസ്തി ചുളിവില് അവനും ഉപകാരപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ടില് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ അവന്റെ ചാനലിലുണ്ട്. യൂട്യൂബിലൂടെ 10 പൈസ രേണുവിന്റെ പ്രശസ്തി അല്ല, കൊല്ലം സുധിയുടെ പ്രശസ്തി കൊണ്ടാണ് രേണു പോലും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ രേണുവിന്റെ പ്രശസ്തിയിൽ ഒരിക്കലും കിച്ചു രക്ഷപ്പെട്ടിട്ടില്ല. കിച്ചുവിന്റെ അച്ഛന്റെ പ്രശസ്തിയിലാണ് കിച്ചു രക്ഷപ്പെടുന്നതും അവനെ ചേർത്ത് പിടിക്കുന്നതും. രേണുവിന്റെ പ്രശസ്തിയിൽ ഒരിക്കലും കിച്ചുവിനെ ആരും അവിടെ നോക്കുന്നു പോലും ഇല്ല കേട്ടോ. എന്തൊക്കെയോ എന്ന് പറയുന്നേ. 10 പൈസ കിട്ടി തുടങ്ങിയപ്പോ കാറായി, പുറകിലിരുന്ന് ഇൻസ്പയർ ചെയ്യാൻ ചങ്സ് ആയി. എന്നാ പിന്നെ ഇവരുടെ പ്രശസ്തി ചുളിവിലൊന്നും ഇല്ലാതെയാക്കിയേക്കാം. എന്റെ സെന്റിമെന്റ്സ് അടിച്ച എന്റെ ബാല്യകാല ട്രോമയെ ഒക്കെ അങ്ങോട്ട് പ്രസന്റ് ചെയ്തപ്പോ അയ്യോ പാവം കിച്ചു ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ മക്കൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കുമോ പ്രതികരിക്കുക? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ആ കൊച്ചിന് സംഭവിച്ച കാര്യങ്ങൾ ആ ചെറുക്കം വന്ന് പറഞ്ഞപ്പോൾ ഇവരുടനെ ആ കൊച്ചിനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ കുറ്റപ്പെടുത്തി പറയുന്ന വീഡിയോ എടുത്തിട്ടിട്ട് അവര് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആര്? രേണു. എങ്ങനെ ഇരിക്കുന്നു? നല്ലൊരു അമ്മയല്ലേ? നല്ല അമ്മ തന്നെ. ആ കുട്ടി തന്നെ പറയുന്നുണ്ട് കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. അപ്പൊ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കണ അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണ ഒരു മോനെ എല്ലാവരും കൊണ്ട് വന്നിട്ട് കൊഞ്ചിക്കോ? എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യം ഉണ്ടാവില്ലേ? കോവിഡിന്റെ സമയത്ത് ആരുടെ കയ്യിലും പൈസ ഇല്ല, എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു മകൻ റൂം അടച്ചിട്ടിട്ട് അത്യാവശ്യം പുകയ്ക്കും വലിക്കുകയൊക്കെ ചെയ്യുമ്പോ ആർക്കെങ്കിലും ആ ചെറുക്കനോട് സ്നേഹം ഉണ്ടാവോ? എന്നാൽ അതൊന്നുമല്ല. അവന്റെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് അവൻ എന്റെ മൂത്ത മകനാണെന്ന് അംഗീകരിച്ച് സുധിയുടെ മരണശേഷവും അവന് തന്നെ. കേട്ടല്ലോ ഇവര് പറഞ്ഞത്. അതായത് അവൻ പുകച്ച് റൂമിന്റെ അകത്തിരിക്കുന്നിടത്ത് അവന്റെ അടുത്ത് പോയി എങ്ങനെ കൊഞ്ചിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ അവനെ ഒരു എന്താക്കി മാറ്റി? കഞ്ചാവ് അടിക്കുന്നവനായിട്ട് മാറ്റി. അവൻ അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അവൻ എന്താണ് ഇങ്ങനെ ആകാനുള്ള കാരണമൊക്കെ അവൻ തുറന്നു പറഞ്ഞവനാണ്. അപ്പൊ അവനെ ആ ഒരു വിഷയത്തിൽ തന്നെ കൊടുക്കുകയാണ് ഈ പറയുന്ന രേണു ചെയ്യുന്നത്. നല്ല കാര്യം. പക്ഷെ നിങ്ങൾ കൊടുക്കാൻ നോക്കിക്കോ, സത്യം എന്നായാലും അത് പുറത്തു വരും. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത്. ഈ പറയുന്ന വീണ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ വീണ പറഞ്ഞ കാര്യം, വീണ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിലും വീണ ഈ പറയുന്ന രേണുവുമായിട്ട് ചാറ്റ് ചെയ്ത സമയത്ത് ഈ രേണു തന്നെ വീണയോട് പറഞ്ഞിരുന്നു ഈ ചെറുക്കൻ ഒരു ബാധ്യതയാണെന്നുള്ള കാര്യം. അതൊന്ന് കേട്ടു. എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് രേണു എപ്പോഴെങ്കിലും ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, കിച്ചുവിൻ്റെ കാര്യം മാത്രം അന്ന് സംസാരിച്ചു. അല്ല, ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല മോനെ. ഞങ്ങൾ സംസാരിച്ചത് ഇത്രയേ ഉള്ളായിരുന്നു. ഇങ്ങനെ സുച്ചാൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചി ആ വീഡിയോയിൽ ചേച്ചി ആദ്യം ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ചേച്ചിയായിട്ടൊരു വീഡിയോ, അതിൽ പറഞ്ഞിരുന്നല്ലോ കിച്ചുവിനെ കുറിച്ച്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിച്ചു ബാധിതയാണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ കിച്ചുയുടെ കാര്യം ഇനി എന്താവും എന്നുള്ളത്? അങ്ങനെ അവരങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇങ്ങനെ അവൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ സ്റ്റഡി അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം ഞാൻ സെപ്പറേറ്റഡ് ആണ്. പിന്നെ എനിക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അവനെ തള്ളിക്കളഞ്ഞാലും അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ തള്ളിക്കളയത്തില്ല, അതെനിക്കറിയാം. പിന്നെ അതിലെനിക്ക് ഇഷ്യൂസേ ഇല്ല. ഈ ശുദ്ധി പോയാൽ പോലും അവർ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷയമില്ലായിരുന്നു. ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആൾക്കാരോട് പറഞ്ഞു. ഇവർ പറയുന്ന പ്രകാരം ഇവരോട് ചാറ്റ് ചെയ്ത സമയത്ത് കിച്ചു ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞിരുന്നു ഈ രേണു. അപ്പോൾ ഈ കിച്ചു പറഞ്ഞതിൽ എന്താണ് തെറ്റ്? കിച്ചുവിനെ അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്, സത്യമല്ലേ? അത് രേണുവിന്റെ വാ കൊണ്ട് തന്നെ ഈ പറയുന്ന വീണയോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന രേണു പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ കിച്ചുവിനെ കുറിച്ച്. തങ്കച്ചൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കിച്ചുവിനെ കുറിച്ച്. ഇപ്പൊ കിച്ചു അവന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ 20% പറഞ്ഞപ്പോഴത്തേന് രേണു തേഞ്ഞൊട്ടിയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവന്നിട്ട് ആ സ്ക്രീൻഷോട്ടുകളെ വരെ മെഴുകി വെളുപ്പിക്കാനായിട്ട് നോക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു സീനോട് ഒന്ന് കണ്ടേ. ഇതൊന്ന് കണ്ടേ നിങ്ങൾ. പുള്ളിക്കാരി ലഡു തിന്നുകയാണ്. ആ ലഡു തിന്നുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ അവിടെ നിങ്ങൾ നോക്കി ഒന്ന് ലഡു വീണു. കണ്ടോ കാണിക്കുന്നത് കണ്ടോ? ആ മാല കാണിച്ചു തരുന്ന കണ്ടോ? മോളിൽ നിന്ന് ക്യാമറ പിടിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം. എന്നിട്ടും അവർ ആ മാല കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതാണ് ഇവരുടെ സ്വഭാവം. ഇത് മാത്രവുമല്ല, സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു സൈഡിൽ കരച്ചിലാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല എക്സ്ക്ലൂസീവ് രംഗങ്ങളും ഇടുന്നുണ്ട്. അതാണ് ഈ പറയുന്ന രേഷ്മയുടെ ഒരു പണി. അപ്പൊ എന്തായാലും കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കട്ടെ.
ഷഫീന ബിബിക്കെതിരെ വന്നിട്ട് നല്ല രീതിയിൽ ഘോരഘോരം പറയുന്നുണ്ട്. അവരുടെ കുടുംബം കലക്കിയത് ഷഫീനയാണ്, ഷഫീന പറഞ്ഞിട്ടാണ് ചെറുക്കം വന്ന് പറഞ്ഞത് എന്ന രീതിയിലൊക്കെ ആക്കി ഇപ്പോൾ വിഷയത്തെ വേറെ രീതിയിൽ കൊണ്ടുപോവുകയാണ്. എന്തൊക്കെ ആയാലും സത്യം മറ നീക്കി പുറത്തു വരും. ഇനിയും കിച്ചു വന്ന് ബാക്കി 80% കൂടെ തുറന്നു കഴിഞ്ഞാൽ തീർന്നു പോകും രേണു. പിന്നെ രേണുവിന് പറയാനുള്ളത് ചെറുക്കൻ ഒരു മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് പറയാൻ നോക്കുമായിരിക്കും. പക്ഷേ ചെറുക്കൻ അങ്ങനെ ആകാനുള്ള കാരണം നീ തന്നെയാണ്. അതാണ് അതിൻ്റെ അകത്തെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമന്റ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും